കോർപ്പറേഷൻ ഭരണം 6 മാസം പിന്നിട്ട സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് പ്രതിനിധിയായ ഡെപ്യൂട്ടി മേയർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ LDF ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിമതൻ PK രാഗേഷിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാമെന്ന് CPM ജില്ലാ നേതൃത്വം നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഗേഷ് അഴീക്കോട് മണ്ഡലത്തിൽ വിമതനായി മത്സരിച്ചത്. എന്നാൽ രാഗേഷിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് LDFന് കാര്യമായ നേട്ടം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേവലം 1518 വോട്ടുകൾ മാത്രമായിരുന്നു രാഗേഷിന് ലഭിച്ചത്. എങ്കിലും രാഗേഷിനെ ഒപ്പം നിർത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്ന് രാഗേഷും വ്യക്തമാക്കി കഴിഞ്ഞു. കണ്ണൂരിലെ ഡെപ്യൂട്ടി മേയർ മാറുക എന്നത് ഏറ്റവും വലിയൊരു സാധ്യതയാണ്. അതിനുള്ള എല്ലാ അനുകൂലമായ നടപടികളും നമ്മൾ വന്നു. വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ വിളിച്ചു ചേർത്ത LDF ജില്ലാ കമ്മിറ്റി യോഗത്തിലും അതിനു മുൻപ് നടന്ന CPM-CPI ഉഭയകക്ഷി ചർച്ചയിലും രാഗേഷിനെ ഡെപ്യൂട്ടി മേയറാക്കുന്നതിനെ CPI ശക്തമായി എതിർത്തു. എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായം പരിഗണിച്ച് ജൂൺ 2-ാം വാരം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും ഡെപ്യൂട്ടി മേയർ സ്ഥാനം രാഗേഷിന് നൽകാനും LDF തീരുമാനിക്കുകയായിരുന്നു. 55 അംഗ കണ്ണൂർ കോർപ്പറേഷനിൽ ഇരു മുന്നണികൾക്കും 27 സീറ്റ് വീതം ലഭിച്ചതിനെ തുടർന്നാണ് രാഗേഷിന്റെ പിന്തുണയോടെ മേയർ സ്ഥാനം LDFന് ലഭിച്ചത്. എന്നാൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ നിന്നും രാഗേഷ് വിട്ടുനിന്നതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ ലീഗിലെ C സമീറിന് തൽസ്ഥാനം ലഭിക്കുകയായിരുന്നു. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.